മുട്ട ടാസ്ക്. ജഡ്ജായിട്ട് നിന്നത് ജാസ്മിൻ, മത്സരിച്ചത് ടണൽ ടീം. ഫസ്റ്റ് മുട്ടകൾ കയ്യിൽ വെച്ചുകൊണ്ട് വന്നത് അവിടെ സായി ആയിരുന്നു. പക്ഷെ സായിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് അപ്സര വന്നു. അപ്സര മുട്ടകൾ വളരെ കൃത്യമായി വഴിയിലൂടെ നടന്നു കൊണ്ടുവന്ന് എത്തിച്ചു. അടുത്തത് വീണ്ടും സായി വരാനായിട്ട് നോക്കിയപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു പറ്റില്ല, അടുത്തത് സിജോ തന്നെ വരണം, റൊട്ടേറ്റ് ചെയ്ത് വരണം എന്നുള്ളത് പറഞ്ഞു. പിന്നീട് സിജോ ആണ് വന്നത്. സിജോ നടന്നു വന്നതിന് ശേഷം അവിടെ പോകാനായിട്ട് കൃത്യമായിട്ട് പ്ലേസുകളുണ്ട്, നമ്പറുകൾ ഇട്ടിട്ടുണ്ട്. ആ രീതിയിൽ മാത്രമേ മുട്ടകൾ കയ്യിൽ വെച്ച് കൊണ്ടുപോകാൻ പാടുള്ളൂ. പക്ഷേ റൂള് തെറ്റിച്ചുകൊണ്ട് സിജോ അവിടെ കള്ളക്കളി കളിച്ചു. സിജോ അറിയാതെ അവിടെ വൈക്കോലിലേക്ക് വെക്കേണ്ട കാല് സിജോ അതിനു മുമ്പ് തറയിലേക്ക് വെച്ചു. എന്നിട്ടാണ് വൈക്കോലിലേക്ക് വെക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ സിജോയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു ഫോൾട്ട് അവിടെ ഉണ്ടായി. അങ്ങനെ അവർ 6 മുട്ട വെച്ചു. അപ്സര 4 എണ്ണം വെച്ചു, ഇവിടെ സിജോ 2 എണ്ണം വെച്ചു. പക്ഷെ സിജോ വെച്ചത് കറക്റ്റ് പൊസിഷനിൽ വന്നിട്ടല്ല. അപ്പൊ അവിടെ ജഡ്ജായി നിന്ന ജാസ്മിൻ അത് സമ്മതിച്ചു കൊടുത്തില്ല. 4 എണ്ണമേ വെച്ചിട്ടുള്ളൂ, 2 എണ്ണം വെച്ചിട്ടില്ല എന്ന്, അത് കറക്റ്റ് ആയിട്ടുള്ള വഴിയിലൂടെ അല്ല കൊണ്ടുവന്നത് എന്ന് ജാസ്മിൻ അവിടെ പറഞ്ഞു. പക്ഷെ സിജോ അവിടെ മെഴുകായിരുന്നു കിടന്നിട്ട്. സിജോയും സായിയും പിന്നെ കൂട്ടത്തിൽ ആദ്യം അപ്സരം ഇണ്ടാതെ നിന്നു. പിന്നെ സ്വന്തം ടീം വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഞാൻ മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ അപ്സരയും പിന്നെ വാദിച്ചു തുടങ്ങി. എന്റെ റൂളായിരുന്നു അത്, ഇപ്പോഴത്തെ ജഡ്ജി ഈ റൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നായി അപ്സരയുടെ വാദം. എന്തായാലും പിന്നെ അവിടെ നിന്നുകൊണ്ട് ഒരു മെഴുകലായിരുന്നു സിജോ. നിങ്ങളുടെ റൂൾ ഇങ്ങനെയായിരുന്നില്ല, ഈ റൂൾ എനിക്ക് പറഞ്ഞു തന്നില്ല, ബിഗ് ബോസ് ഇനി പറയട്ടെ, ഈ ജഡ്ജി വന്ന സമയത്ത് പറയണമായിരുന്നു എങ്ങനെയൊക്കെയാണ് നടക്കേണ്ടതെന്ന്, നിങ്ങളത് എനിക്ക് കാണിച്ചു തന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിജോ പിന്നെ അവിടെ ഒരു ഗംഭീര മെഴുകല്. ബിഗ് ബോസ് ആണെന്നെങ്കിൽ ഇതൊന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവരുടെ വഴക്കിനെ ആക്കം കൂട്ടിക്കൊണ്ട് ബിഗ് ബോസ് അവിടെ മിണ്ടാതെ നിന്നു. കുറേട്ട് 3 പേരും കൂടി ജാസ്മിന്റെ അടുത്ത് വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ജാസ്മിനും വിട്ടുകൊടുത്തില്ല. എന്തായാലും അവരുടെ ഭാഗത്താണ് തെറ്റുന്നത്. ജാസ്മിന് നല്ല ഉറപ്പുള്ളതുകൊണ്ട് ജാസ്മിൻ അവിടെ വിട്ടുകൊടുത്തില്ല. ഗെയിമിന്റെ കാര്യത്തിൽ നോക്കുന്ന സമയത്ത് സിജോയാണ് അവിടെ കള്ളക്കളി കളിച്ചത് എന്നുള്ളതുകൊണ്ട്. അപ്പൊ പിന്നെ അവസാനം ബിഗ് ബോസ് തന്നെ പറഞ്ഞു ജഡ്ജ്മെന്റ് അവിടെ ജഡ്ജസിന്റെ തീരുമാനമാണ് എന്നുള്ളത് പറഞ്ഞപ്പോൾ ജാസ്മിന് 4 മുട്ടകൾ എന്ന് പറഞ്ഞു. അവസാനം തോറ്റു കൊടുക്കേണ്ടി വന്നു അവർക്ക്. എല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വന്ന് കയറുന്ന സമയത്ത് എല്ലാവരും കൂടിയിട്ട് ടണൽ ടീമിനെ കളിയാക്കി കൊല്ലുന്നുണ്ടായിരുന്നു. കളിയാക്കി കൊല്ലുന്നുണ്ടായിരുന്നു. ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കാൻ നാണമാവില്ലേ എന്ന് ചോദിച്ചുകൊണ്ട്.